കടിക്കുക. അയ്യോ ഒപ്പിക്കോ കാപ്പി ചേസ്. എങ്ങനെയുണ്ട് എൻ്റെ കാപ്പി? ഇപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് ഇവിടെ നിന്ന് തന്നെ ഉള്ളത് ആണ്. അവിടെ ഉണ്ടല്ലോ. ഹലോ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ വയനാട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 1 day സ്റ്റേക്കേഷൻ പോലെ. അപ്പോൾ ഇന്ന് 2 മണിക്ക് നമ്മൾ ചെക്ക് ഇൻ ചെയ്താൽ നാളെ ഒരു 11-12 മണിൻ്റെ ഉള്ളിൽ നമുക്ക് ഇറങ്ങണം. ആ ഒരു രീതിക്ക് ഒരു സ്റ്റേക്കേഷൻ തന്നെ. പക്ഷെ ഇപ്പോൾ സമയം ഏകദേശം 4 മണിയായി. നമ്മൾ കുറ്റ്യാടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി എത്താൻ കുറേയധികം ടൈമുണ്ട്. അതുകൊണ്ട് 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാന്നുള്ള സംഭവം അവിടെ കഴിഞ്ഞു. ചെന്നൈയിൽ നിന്ന് നമ്മൾ 2 ദിവസം മുന്നേ കേട്ടോ ഇവിടെ വീട്ടിലെത്തിയത്. അത് കഴിഞ്ഞ് പിന്നെ ഇന്നലെ വോട്ടായിരുന്നു. പിന്നെ ഇന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു. ഇന്ന് രാവിലെ നമുക്ക് ഡോക്ടർക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഇറങ്ങാൻ തന്നെ ലേറ്റ് ആയത്. ഇത്രയും സമയമായത് അതുകൊണ്ടാണ്. ഓൺ ടൈമിൽ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റാതിരുന്നത്. പിന്നെ ഇപ്പം എന്തിനാ ഒരു ട്രിപ്പ് അല്ലെങ്കിൽ സ്റ്റേക്കേഷൻ പോലെ എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കാര്യമായിട്ട് എവിടെയും പോകാനോ അല്ലെങ്കിൽ എവിടെയും പോയി നിൽക്കാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് രണ്ടൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പോയി നിൽക്കാൻ അല്ലെങ്കിൽ പോകാനുള്ളൊരു സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. പക്ഷേ കല്യാണത്തിൻ്റെ മുന്നേ നമ്മളൊരു ഹണിമൂൺ ട്രിപ്പ് പോലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മേഘാലയയിലേക്കായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തു. സ്പോട്ടും എല്ലാം ഡിസൈഡ് ചെയ്തു. സെറ്റായ സമയത്താണ് പിന്നെ നമ്മുടെ കാശ്മീരിൽ പെഹൽഗാമിലൊരു ഇതുണ്ടായിട്ടില്ലായിരുന്നു, പാകിസ്ഥാൻ്റെ ഒരു ആക്രമണം. അത് ആ ഒരു സമയത്തായിരുന്നു. ഈ 10-നായിരുന്നു നമ്മുടെ കല്യാണം. അപ്പോൾ അത് ഈ ഒരു സംഭവം നടന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ദൂരെ മേഘാലയൊക്കെ ആയതുകൊണ്ട് അത്രയും ദൂരെ പോയി സ്റ്റേ ചെയ്യാനുള്ളൊരു പേടിയും, അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റപ്പെട്ടു പോകുമല്ലോ. പിന്നെ എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലം ആയതുകൊണ്ട് നമ്മൾ പിന്നെ അത് ക്യാൻസൽ ചെയ്യേണ്ടി വരികയാണ് ചെയ്തത്. അതുകൊണ്ട് ആ ട്രിപ്പ് അവിടെ പോയി. പിന്നെ അത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് മൂന്നാറിൽ ഇതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാർ വരെ പോയായിരുന്നു. പക്ഷെ മൂന്നാറിലും പോയി കാലെടുത്ത് വെച്ചതും പല സാഹചര്യങ്ങൾ കൊണ്ട് തിരിച്ചു വരേണ്ടി വന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹണിമൂൺ പോയത്. അപ്പോൾ അതിന് ശേഷം കാര്യമായിട്ട് നമ്മൾ ഒരു സമാധാനമായിട്ട് എവിടെയും പോയിട്ടില്ല. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഒരു 2-3 മാസം കൂടെ കഴിഞ്ഞാൽ ബേബിയും കൂടെ വരുമല്ലോ. ഇനി നമുക്ക് 2 പേർക്കും കൂടെ ഒരുമിച്ച് പോകാനുള്ളൊരു സിറ്റുവേഷൻ ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ വിചാരിച്ചു ഇതാണ് നല്ലൊരു ടൈം. ഇപ്പം തന്നെ നമുക്ക് എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെയൊക്കെ പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഇവിടെ അടുത്തും നമ്മുടെ വടകരയിൽ നിന്ന് കുറച്ച് അടുത്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്പോട്ട് പറയുന്നത് വയനാടാണ്. ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റൊക്കെ നല്ല കണ്ടീഷനാണല്ലോ. അപ്പോൾ അല്ലെങ്കിൽ മൂന്നാറായിരുന്നു ബെറ്റർ. പക്ഷേ മൂന്നാർ കുറച്ചും കൂടെ ദൂരെ ആയതുകൊണ്ട് നമ്മൾ വയനാട് ചൂസ് ചെയ്തു. എനിക്കിപ്പോൾ അധികം ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണല്ലോ. അപ്പോൾ വയനാട് തന്നെയാണ് ബെറ്റർ എന്ന് തോന്നി. പിന്നെ വയനാടിന് എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലോ. സോ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ബാക്കി എന്തായാലും നമുക്ക് വഴിയേ കാണാം. ടൈം ഇപ്പോൾ 6:30 ആയി. നമ്മളിപ്പോഴാണ് റീച്ചായത്. രാത്രി ആയതുകൊണ്ട് കറക്റ്റ് വ്യൂ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. മോർണിംഗ് കാണിച്ചാലായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവുക. നമ്മൾ എത്താൻ ഒരു ഇച്ചിരി ലേറ്റായി പോയി. 2 മണിക്കായിരുന്നു ഞാൻ ചെക്ക് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഏകദേശം 6:30 കറക്റ്റ് 6:30 ആയി. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഹോം ടൂർ കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും ഒരു വ്ളോഗ് എടുത്ത് പോയി എവിടെയൊക്കെ പോയാൽ ഇങ്ങനെ ഹോം ടൂർ കാണിക്കില്ലേ. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഹോം ടൂർ കാണിക്കണം. വലിയ സംഭവമൊന്നും ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഇതാണ്. അപ്പോൾ ഹോം ടൂർ ഞാൻ നാളെ രാവിലെ പെട്ടെന്ന് വന്നിട്ട് കാണിക്കാം. അതായത് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്നറിയോ? ഇവിടുത്തെ വാഷ്റൂം എന്തോ ഒരു എസ്തെറ്റിക് ലുക്കുണ്ട്. പിന്നെ അങ്ങോട്ടേക്കുണ്ട്. യെസ്, ജസ്റ്റ് ഒന്ന് ഫ്രഷായി
നല്ല ലൈറ്റല്ലേ. ഇനിയൊരു കാപ്പി കുടിക്കാം. ലെറ്റ്സ് മേക്ക് ബ്രൂ. ഏസ്തറ്റിക് ലുക്കിൽ നിന്ന് കാപ്പി കുടിക്കാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷേ കാപ്പിയുടെ ടേസ്റ്റും ഉണ്ട്, നമുക്ക് ആ ഒരു മൂഡ് അങ്ങോട്ട് പോയി എന്ന് വേണം പറയാൻ. ഞാൻ ഉദ്ദേശിച്ച ബ്രൂ ഇങ്ങനെയല്ല, ഞാൻ കുടിച്ച ബ്രൂ ഇങ്ങനെയല്ല. അതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും ഷുഗറും ഉണ്ടായിരുന്നില്ല, കുറച്ചും കൂടെ മിൽക്ക് പൗഡറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. ഇങ്ങനെയാണ് പുറത്തേക്ക് പോവാം. നോക്കാം. അയ്യോ സോറി, മാറി. പുറത്തെ വ്യൂ ആണിത്. പക്ഷെ ഡിസംബർ ആണെങ്കിലും അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചത്ര തണുപ്പില്ല. എന്താണോ എന്തോ നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ ആ ഒരു ക്ലൈമറ്റ്. ഇനിയിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല. ഇപ്പോൾ രാത്രി ഈ ഒരു സമയത്ത് ഇത്ര കാര്യമായിട്ടുള്ള തണുപ്പൊന്നുമില്ല. നമ്മൾ ജാക്കറ്റൊക്കെ എടുത്തിട്ടാണ് വന്നത്. എനിക്ക് തോന്നുന്നു ആവശ്യമില്ലായിരിക്കാം എന്ന് തോന്നുന്നുണ്ട്. പൂളുണ്ട് ഇവിടെ, പൂള്. നമുക്ക് ജസ്റ്റ് പൂള് കണ്ടിട്ട് വരാം. നല്ല ആഴമുണ്ട്. അറിഞ്ഞൂടെ, കണ്ടിട്ട് അത്ര വലിയ ആഴുണ്ട് തോന്നില്ല. ഇപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് ഇവിടെ നിന്ന് തന്നെ ഉള്ളത് ആണ്. അവിടെ ഉണ്ടല്ലോ ഫ്രൈഡ് റൈസ്, ചപ്പാത്തി ഫോമി, ചില്ലി ചിക്കൻ, ഇത്രയൊക്കെ തന്നെ. പക്ഷെ ഒന്ന് കുടലിൽ കരിഞ്ഞു. ഇനി ഒന്ന് പോയി കഴിച്ചിട്ട് വരാം. ഇത് തുറന്നു വന്നാൽ ഇത് അല്ല, ഇവിടെ കഴിഞ്ഞാൽ ഇത്. ദിസ് ഈസ് ദ വ്യൂ. ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഇപ്പോൾ ടൈം 8 മണി. പക്ഷെ അത്ര വലിയ കോടയും കാര്യങ്ങളൊന്നുമില്ല, മഞ്ഞൊന്നുമില്ല. ചെറിയ തണുപ്പുണ്ട്. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ തണുപ്പ് കുറവായിരുന്നു എന്ന്. പക്ഷെ രാവിലെ ആകുമ്പോൾ ഇത്തിരി തണുപ്പുണ്ട്. എന്നാലും സഹിക്കബിളാണ്, അൺസഹിക്കബിൾ അല്ല. എന്താ പുറത്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, അത്ര അധികം ഒന്നും കോടാന്ന് പറയാനൊന്നുമില്ല. എന്നാലും ഫോണിൽ ചിലപ്പോൾ മങ്ങിയ പോലെ ആയിരിക്കുള്ളത്. നേരിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കണം. അതിന് മുന്നേ ചെറിയൊരു വാക്ക് പോലെ പോയിട്ട് വരാം. ഹായ്, സീ മൈ സ്കിൻ. ഗ്ലാസ്കിന് പോലെ ഇങ്ങനെയാണ്. ഹായ്, കുളിക്കാൻ തോന്നുന്നില്ല. പക്ഷെ നല്ല തണുപ്പാണ്. വെള്ളത്തിന് നല്ല അടിപൊളി തണുപ്പാണ്. നല്ല അടിപൊളി വെയിൽ. വിറ്റാമിൻ ഡി കിട്ടും. ഇത് വിറ്റാമിൻ ഡി കിട്ടുന്ന വെയിലല്ലേ. wherever you go I will be there. നല്ല വെയിൽ. എനിക്കിത് കണ്ടിട്ടേ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാൻ തോന്നും അല്ലേ? വീഡിയോ എടുക്കാൻ തോന്നും. ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ് ഇൻ വെന്റാന? കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ല. നമ്മൾ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലേക്ക് ഓൺ ടൈം ആണല്ലോ. 8:30 ആയിരുന്നു ടൈം പറഞ്ഞിരുന്നില്ല. കറക്റ്റ് 8:30 ആയി. നോക്കാം. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ചൊന്ന് വാക്കിന് പോയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, റെഡി ആവണം. പിന്നെ ഇവിടെ അടുത്തൊരു വൈത്തിരി ഫാമുണ്ട്. ആനിമൽസും അതേപോലത്തെ പിന്നെ എന്തൊക്കെ സാധനങ്ങൾ, ചെറിയ ചെറിയ ഐറ്റംസ് നമുക്ക് കാണാത്ത, ഈ നാട്ടിൽ നമ്മൾ കാണാത്ത ടൈപ്പ് ഐറ്റംസ് ഉണ്ടാവില്ലേ, അതൊക്കെ ഉള്ളൊരു ചെറിയൊരു ഫാമുണ്ട് ഇവിടെ വൈത്തിരിയിൽ. പറ്റിയാൽ അവിടെ വരെ ഒന്ന് പോകണം, അവിടെ വിസിറ്റ് ചെയ്യണം.
11 മണിക്കാണ് ഇവിടെ ചെക്കൗട്ട് പറഞ്ഞത്. പക്ഷെ നമ്മൾ ചിലപ്പോൾ അതിനേക്കാളും നേരത്തെ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതവിടെ പോകേണ്ടതുണ്ട്. യെസ്, തൽക്കാലം ഇത് കഴിക്കാം അല്ലേ. ഞാൻ എൻ്റെ ഏതൊക്കെയോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയത്, അതായത് ഞാനിപ്പോൾ ഈയിടെ ഇത്രയും കാലമായിട്ട് മേടിച്ചതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഫേസ് ഓഫ് കാനഡയുടെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഷെയ്ഡ്. പക്ഷേ ഈ ഒരു ഷെയ്ഡ് ഏതാണെന്ന് എനിക്ക് ഇപ്പം അറിയില്ല. കാരണം ഞാൻ അത്ര യൂസ് ചെയ്ത് അത് പിടിച്ച് അതിൻ്റെ ഷെയ്ഡ് വരെ മാഞ്ഞു പോയേക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത് വേറൊരു ഷെയ്ഡ് മേടിച്ചായിരുന്നു. അത് ഏകദേശം ഒരു മെറൂൺ കളർ എന്നുള്ള രീതി നോക്കിയായിരുന്നു മേടിച്ചതെങ്കിലും വാങ്ങിയപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായിപ്പോയി. എനിക്ക് ഈ ചേരാത്തൊരു ഷെയ്ഡായിപ്പോൾ എനിക്ക് കിട്ടിയത്. പക്ഷേ ഞാൻ മിക്സ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അതൊരു ഡാർക്ക് മെറൂൺ കളർ ഷെയ്ഡായിരുന്നു ഒരു കളർ വരുന്നത് എക്സാക്ട്ലി. അപ്പോൾ ഞാൻ ആ ഒരു ഷെയ്ഡ് നോക്കിയിട്ടായിരുന്നു ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വന്നത് പക്ഷേ ഒരു ബ്രിക്ക് റെഡ് ആ ഒരു കളറായിരുന്നു വന്നത്. അതെൻ്റെ ചുണ്ടിൽ എനിക്ക് അങ്ങ് ഇട്ട സമയത്ത് എന്തോ ചേരാത്ത പോലെ, അത് മാച്ച് ചെയ്യാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് മിക്സ് ചെയ്തിട്ടെങ്കിലും ഇപ്പോൾ ഇടുന്നുണ്ട്. ഇപ്പോൾ സമയം 10:35 ആയി. നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. 11 മണിക്കാണ് ഇറങ്ങേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. പക്ഷേ ഇവിടെ എന്നിട്ട് എന്തല്ലേ, നമുക്ക് കുറച്ചും കൂടെ പുറത്തേക്ക് പോയാൽ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാമല്ലോ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈത്തിരി ഫാമുണ്ട്, അവിടെ പോയി ഇനി അവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഓക്കെ, നമ്മൾ ചെക്കൗട്ട് ചെയ്തു. നടന്നുകൊണ്ട് നിൽക്കുകയാണ് അങ്ങോട്ടേക്ക്. How was my lip gloss? Pretty little baby. നമ്മൾ നേരെ പോകുന്നത് വൈത്തിരി ഫാമിലേക്ക്. ഹണിമൂൺ മര്യാദയ്ക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ചെറുതായിട്ട് ബേബി മൂൺ പോയി. വി ആർ ഗോയിങ് ബാക്ക് ടു ഹോം. അല്ല, ബാക്ക് ടു ഹോം അല്ല, ഞാൻ പറഞ്ഞ പോലെ മറ്റേ വൈത്തിരി ഫാമില്ലേ അവിടെ പോയിട്ട് പിന്നെ വീട്ടിലേക്ക്. നമ്മൾ വൈത്തിരി ഫാമിലെത്തി. അതിനോട് വരാൻ പറ, കൈമിലേക്ക്. നമുക്കത് തോളത്തിടാം. പക്ഷേ എനിക്കെന്തോ ഒരു ഇത് ഷുഗർ ഗ്ലൈഡർ കടിക്കുക. അയ്യോ ഒപ്പിക്കോ. ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ. പൂച്ചകൾക്കൊക്കെ എന്താ രാജകീയമായ. ഹലോ ഹലോ ഹലോ. കംബോഡിയൻ ഇത് പറക്കുവോ? നമ്മൾ നേരത്തെ കണ്ടതല്ലേ പറക്കുക. ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ ടൈപ്സ് ഓഫ് പാരറ്റ്സ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒന്ന് പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇന്ന് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്കതിനെ ഫീഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അവർ തന്നെ ഒരുക്കി തന്നിട്ടുണ്ട് കേട്ടോ. പാരറ്റ്സിന് മാത്രമല്ല, വേറെയും കുറച്ച് ആനിമൽസിന് ഞാൻ കുറച്ച് ഇതിൻ്റെ വീഡിയോൻ്റെ മുന്നിലോട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. നമുക്ക് അവർ ഫീഡ് ചെയ്യാനുള്ള സാധനം തരും, നമുക്ക് ഫീഡ് ചെയ്യിക്കാനുള്ള ഓപ്ഷൻസ് അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം ആശാനെ? പറഞ്ഞൂടെ എന്താ ചെയ്യണ്ടേ?
ഇവിടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ഫിഷ് സ്പാ എന്ന് പറയുന്നത്. പക്ഷേ എനിക്കതിനകത്തൊക്കെ അലൗഡ് ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ നെയിൽ പോളിഷ് ഇട്ട ആൾക്കാർക്ക് അതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഫിഷ് നമ്മുടെ നെയിൽ പോളിഷ് എന്താ പറയുക തിന്നു കഴിഞ്ഞാൽ വേഗം ചത്തുപോകും എന്നുള്ളതുകൊണ്ട് എന്നോട് കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് സൈഡിൽ നിന്ന് ആ ഒരു ചെറിയ മോൻ പറഞ്ഞിരുന്നത്. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ ലീവുള്ള സമയത്ത് വന്ന് നിൽക്കുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഇപ്പുറമാണല്ലേ ഒട്ടകച്ചേട്ടൻ ഒട്ടകത്തിനെടുക്കാം. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ഒട്ടകം. ഇങ്ങനെ ഓടി നടന്ന് അവിടെയുള്ള എല്ലാ ആനിമൽസിനും ഫുഡ് കൊടുക്കലായിരുന്നു നമ്മുടെ പ്രത്യേക ഹോബി അവിടെ. ഒട്ടകത്തിൻ്റെ ഇപ്പുറം ഒട്ടകപ്പക്ഷി. അങ്ങോട്ട് കൊടുത്തു. 4 കൊമ്പുള്ള 4 കൊമ്പ്. ഹായ്. തൊട്ട ചെറുങ്ങനെ. നമ്മൾ തണുക്കുന്ന വേണ്ടിയിട്ടാണ് കോട്ടെടുത്തത്. പക്ഷേ ഇതിനകത്ത് കയറിയപ്പോൾ ഒടുക്കത്ത വെയിൽ. ഇപ്പോൾ യൂസ്ഫുള്ളായി കണ്ടില്ലേ? കൂട്ടിപ്പെടാം. എമു എന്നെ കൊത്തുവന്ന് മേടിച്ചുകൊണ്ട് മാത്രം ഞാൻ കയറുന്നില്ല. തൊടുമ്പോ നോക്കുന്നൊക്കെ തൊടുന്നോ എന്നെ? അയ്യോ ഓടുന്നു. ഓടിക്കോ അല്ലേ കൊത്തു. ഇത് നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവാണ് വൈത്തിരി റിസോർട്ടിൽ നിന്ന്. ഇത് കണ്ടിട്ടാരും പിടിക്കണ്ട. ഇത് ഇവിടെ ഭയങ്കര വെയിൽ, തണുപ്പൊന്നുമില്ല. പക്ഷെ ഉച്ചയ്ക്ക് സമയം ഉണ്ടായിരിക്കും നല്ല വെയിൽ. അപ്പോൾ ഇത് ഉപകാരപ്പെട്ടു. തണുപ്പിന് വേണ്ടി എടുത്തായിരുന്നു, പക്ഷേ ചൂടായതുകൊണ്ട് ഇട്ടു. ഈ സൈഡിൽ നിന്ന് വെയിലടിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ നമുക്ക് എൻട്രി ഫീസ് വരുന്നത് 200 രൂപയാണ്. ഒരു പെർ പേഴ്സൺ 200 വെച്ചിട്ടാണ് വരുന്നത്. 200-ന് വേർത്തിട്ടാണെന്ന് എനിക്ക് തോന്നി. നമുക്കെന്താ പാമ്പ്, അതേപോലെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. നമുക്ക് ദേഹത്ത് അല്ലെങ്കിൽ ഇവിടെ എടുത്ത് വെക്കാം, കയ്യിൽ പിടിക്കാം, അങ്ങനെ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പാരറ്റ്സിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യിക്കാം. അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പാരറ്റിനൊക്കെ ഒരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെ ഫീഡ് ചെയ്യുന്നത്. പാമ്പിനെ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ എന്തോ ഒരു ഇത് കണ്ടപ്പോൾ പിന്നെ ചാച്ചു മതി, പിന്നെ എടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ തന്നെ. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കായിരിക്കും. ഫുഡ് കഴിച്ച് വീട്ടിലേക്ക്. എൻ്റെ വീട്ടിലേക്കും ഓരോ പാക്കറ്റ് ചോക്ലേറ്റ്. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഉച്ചയാവാറായി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, വീട്ടിലേക്ക് പോകണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതിനിപ്പോൾ വലിയ കാണിക്കാൻ മാത്രമൊന്നുമില്ലല്ലോ. സോ ഐ എം ഗോയിങ് ടു എൻഡ് ദിസ് വ്ലോഗ് ഹിയർ. If you like this video, please do like, share, subscribe to my YouTube channel. പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അത്രയ്ക്കേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.